1 ലിറ്റർ എഞ്ചിൻ അഥവാ ഒരു 3 സിലിണ്ടർ വരുന്ന ഒരു എഞ്ചിൻ എടുക്കാൻ പലർക്കും മടിയാണ്. വേറൊന്നും കൊണ്ടല്ല, വൈബ്രേഷൻ എന്നുള്ളൊരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വാഹനം വലിക്കാനും മടുപ്പ് വരും, അല്ലെങ്കിൽ ഒരു പുള്ളിംഗ് ലെസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് എല്ലാവരും പറയാറുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമാണ്, എന്നാൽ എല്ലാം അപ് ടു ദ പോയിൻ്റ് അല്ല. കാരണം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. കാരണം ഒരു 1 ലിറ്റർ എഞ്ചിൻ ടെർബോയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പവറാണ്. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള സ്കോഡ സ്ലാവിയ എന്ന് പറയുന്ന വാഹനമാണ്. ഇതൊരു 1 ലിറ്റർ TSI എഞ്ചിൻ വരുന്നതാണ്, ടെർബോ ചാർജ്ഡ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാ, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ഔട്ട്പുട്ട് അടിപൊളിയാണ്. നമുക്കിവിടെ ടെർബോയും കൂടെ വരുന്നുള്ളതുകൊണ്ട് ഒരു രീതിക്കുള്ള ലാഗും ഫീൽ ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഒരു വൈബ്രേഷനോ ജെർക്കിങ്ങോ ഒരു പുള്ളിംഗ് ലെസ്സോ ഫീൽ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാത്തതിൻ്റെ കാര്യം ഒരു 3 സിലിണ്ടറിൽ വൈബ്രേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഇവിടെ ആ വൈബ്രേഷൻ ഡാമ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ മൗണ്ടിങ്സ് അടിപൊളി ആയതുകൊണ്ടാണ്. കാരണം ഈ ഒരു വാഹനം ഞാൻ ഓടിച്ചപ്പോഴേക്കും ചെറിയൊരു വൈബ്രേഷൻ, അത് പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും തന്നെ മനസ്സിലാകാത്ത രീതിക്ക് ചെറിയ വൈബ്രേഷൻസ് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് പ്രത്യേകിച്ച് ഈ വാഹനത്തിനകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും അറിയില്ല. എന്നാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ വൈബ്രേഷൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പോൾ എഞ്ചിൻ ഓഫാണ്, അതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 3 സിലിണ്ടർ വാഹനം എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും എടുക്കേണ്ട. ഇനിയെല്ലാം 3 സിലിണ്ടറേ വരാനുള്ള ചാൻസസ് ഉള്ളൂ. കാരണം 4 സിലിണ്ടർ പൊതുവേ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് തന്നെയാണ്. ഒരു 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലോട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ടിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു സിലിണ്ടർ കുറയുമ്പോഴത്തേക്കും ഇതിനും വേണ്ടും കോസ്റ്റ് കട്ടിങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നടക്കുന്നുണ്ട്. ഒരു സിലിണ്ടറിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചിന്തിച്ചാൽ മതി. ഒരു സിലിണ്ടറിനകത്ത് വരുന്ന ജസ്റ്റ് ബേസിക്കായിട്ട് പറയാനാണെങ്കിൽ തന്നെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ, അതിനകത്ത് വരുന്ന വാൽവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ടറിംഗ് റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആകുന്നുണ്ട്, സൈസ് കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് രീതിക്കുള്ള കോസ്റ്റ് കട്ടിംഗ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് 3 സിലിണ്ടർ തന്നെയായിരിക്കും ഇനി മുമ്പോട്ട് കൂടുതലും വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും ടെർബോ ഉള്ള മോഡൽസൊക്കെ ആണെങ്കിൽ നമുക്കൊരു പവർ ലാഗ് ഫീൽ ചെയ്യത്തില്ല. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള ചാൻസസ് കുറവാണ്, സർവീസ് കൃത്യമാണെങ്കിൽ മാത്രം. അതും കൂടി ഞാൻ എടുത്ത് പറയണം. അതുകൊണ്ട് നിങ്ങളൊരു 3 സിലിണ്ടറോ 1 ലിറ്റർ എഞ്ചിൻ എടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചേക്കുക. പവർ കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, സർവീസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്.